ഹലോ മൈ ഡിയർ വണ്ടർഫുൾ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു ദിനം ബൈ ഡേ. അപ്പോൾ ഇന്ന് നമ്മുടെ കലാപരമായ കഴിവുകളൊക്കെ കാണിക്കുന്നത് അടുക്കളയിലാണ് കേട്ടോ. നല്ല സ്വാദിഷ്ടമായ ഇറച്ചിക്കറി ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റിട്ട് കലാപരമായി എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ സത്യം മനസ്സിലാക്കിയത്. കലാപരമായ ചിത്രരചന, പെയിൻറ്റിങ് എന്നിവയിലേക്ക് നമ്മൾ ഇന്ന് ഇറങ്ങിയാൽ ഉച്ചയ്ക്ക് ഞഞ്ഞും കഴിക്കാൻ നമുക്ക് കറിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്നാൽ ഇന്നത്തെ ഞഞ്ഞും ആയിക്കൊള്ളട്ടെ നമ്മുടെ കൊല. അപ്പോൾ അതാ ഫ്രിഡ്ജിൽ കുറച്ച് വെച്ച് നമ്മളെ നോക്കി പുഞ്ചിരിച്ചിരിക്കുന്നു. എന്നാൽ ഇന്ന് അവനെ നമുക്ക് കശാപ്പ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ നാട്ടിൽ ഇറച്ചിക്കറി എന്നാണ് കേട്ടോ പറയുന്നത്. പക്ഷേ എൻ്റെ കെട്ടിയൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ പോത്ത് വരട്ടിയത്, ബീഫ് കറി അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പണ്ടൊക്കെ വീട്ടിൽ ഇപ്പോൾ വല്ലപ്പോഴൊക്കെ കൂടി ഇറച്ചി വെക്കുന്നത്, അതായത് ഞായറാഴ്ചകളിൽ ഇറച്ചിയോ ചിക്കനോ എന്തെങ്കിലും വാങ്ങിക്കും. അതും എല്ലാ ഞായറാഴ്ചയൊന്നും ഉണ്ടാവില്ല, എന്നാലും ഞായറാഴ്ചകളിൽ വെക്കും. നമ്മൾ കാറ്റക്കീസൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ഇറച്ചിക്കറിയുടെ മണം അടിക്കും മൂക്കിലോട്ട്. എന്ത് രസമാണ്! മണം അടിക്കുമ്പോൾ തന്നെ നമ്മുടെ വായിൽ കപ്പിലോടാൻ തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ UK കേട്ടോ ഉള്ളത്. ഇവിടെ വന്നേ പിന്നെ ഞാൻ എൻ്റെ നാട്ടിലെ ആ രുചിയും മണവും ഒക്കെ ഒരുപാട് മിസ് ചെയ്യുന്നു. ആ ഒരു ടേസ്റ്റ് ഇതുവരെ ഒരു ഭക്ഷണത്തിനും കിട്ടിയിട്ടില്ല. എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ എന്തോ എൻ്റെ വിപ്പിൻ്റെ ഗുണം കൊണ്ടാണോന്ന് അറിയില്ല, വളരെ രുചി കുറവാണ് ഭക്ഷണങ്ങൾക്കൊക്കെ. നാട്ടിലെ ആ ഒരു സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ജീവിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഞാനും ഉണ്ടാക്കിയ ഒരു ഇറച്ചിക്കറി സാധാരണയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ച് യൂട്യൂബ് റെഫറൻസ് ഒക്കെ എടുത്ത് ഒരു ചെറിയൊരു ഡിഫറെൻ്റ് ഇറച്ചിക്കറി ഉണ്ടാക്കി. കെട്ടിയ വന്നു കഴിഞ്ഞപ്പം വളരെ മനോഹരമായി കിട്ടിയ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കി. നമ്മുടെ കുറച്ച് ചമ്മന്തിയും പപ്പടവും കുറച്ച് കടുക് മാങ്ങയൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഞാൻ ചോറൊക്കെ കൊടുത്തു കേട്ടോ. എന്നിട്ട് കഴുത്തിൽ കത്തി വെച്ചിട്ട് എറിഞ്ഞു. നന്നായിരിക്കുന്നു എന്ന് പറയണമെന്ന്. അങ്ങനെ എൻ്റെ കെട്ടിൻ്റെ ഇപ്പോൾ ഒരു ആക്ഷൻ കാണിക്കും, സൂപ്പർ എന്ന്. പക്ഷെ വെറുതെ കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഇറച്ചിക്കറിയുടെ സ്റ്റോറിയും. വീണ്ടും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീണ്ടും കാണും വരെ ഹാപ്പി ഗുഡ് ഡേ ടു യു ഓൾ.